ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ് IPL പുതിയൊരു തുടക്കമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. നേരത്തെ താരമായി മാത്രം മുംബൈക്കായി കളിച്ച അദ്ദേഹത്തിന് ടീമിലേക്കുള്ള രണ്ടാം വരവിൽ ക്യാപ്റ്റൻസിയും കൂടി ലഭിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ പുറത്താക്കിയാണ് നായകസ്ഥാനം ഹർദിക് തട്ടിയെടുത്തത്. ഇതിനെതിരെ ആരാധകരോഷവും ശക്തമാണ്. പരിക്കുകളിലെ തുടർന്ന് ഹർദിക് ഒരു ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് കൂടിയാണ് IPL. കഴിഞ്ഞ വർഷത്തെ ICC ഏകദിന ലോകകപ്പിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. തുടർന്ന് ടൂർണമെൻറ്റിൽ നിന്നും ഹർദിക്കിന് പിന്മാറേണ്ടി വരികയും ചെയ്തിരുന്നു. ഇനി ദൈർഘ്യമേറിയ IPL കളിയും ഹർദിക്കിന് പരിക്ക് പിടികൂടുകയാണെങ്കിൽ ആരാവും മുംബൈ നയിക്കുക? 2 മാസത്തിലേറെ നീളുന്ന ടൂർണമെൻറ്റാണ് IPL. അതുകൊണ്ട് തന്നെ ഹർദിക്കിന് ടൂർണമെൻറ്റിനിടെ പരിക്കേൽക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഹർദിക്കിൻ്റെ പരിക്ക് കാരണം പിന്മാറേണ്ടി വന്നാൽ പകരം രോഹിത് മുംബൈ ടീമിനെ നയിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. പക്ഷേ അത് സംഭവിക്കില്ലെന്ന് തന്നെ പറയേണ്ടതായി വരും. കാരണം മുംബൈ ടീമിൻ്റെ നേതൃത്വത്തിൽ നിന്നും രോഹിത് ഇപ്പോൾ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള റോൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഹർദിക്കിന് പരിക്കേറ്റ് വീണാൽ രോഹിത്തിനെ വീണ്ടും മുംബൈയുടെ നായക സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് തീർത്തും നിരാശപ്പെടേണ്ടി വരും. പരിക്കേറ്റ് ഹർദിക് പിന്മാറിയാൽ പകരം മുംബൈ ടീമിനെ നയിക്കുക 360 ബാറ്ററായ സൂര്യകുമാർ യാദവ് ആയിരിക്കും. കാരണം മുംബൈ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻസി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. രോഹിത്തിന് പകരം ഹർദിക് ക്യാപ്റ്റനായി വന്നെങ്കിലും സൂര്യയെ വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മുംബൈ മാറ്റിയിട്ടില്ല. ഇക്കാരണത്താൽ തന്നെ ഹർദിക്കില്ലെങ്കിൽ സ്വാഭാവികമായും ചുമതല സൂര്യയിലേക്ക് തന്നെ വരികയും ചെയ്യും. കഴിഞ്ഞ സീസണിൽ രോഹിതിൻ്റെ അഭാവത്തിൽ സൂര്യ ഒരു മത്സരത്തിൽ മുംബൈ ടീമിനെ നയിച്ചിരുന്നു. ഈ മത്സരത്തിൽ മുംബൈ വിജയം കൊയ്യുകയും ചെയ്തു. വരാനിരിക്കുന്ന സീസണിലും ചില മത്സരങ്ങളിൽ മുംബൈ സ്കൈ നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും മികവ് തെളിയിക്കാൻ സൂര്യയ്ക്കായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയയുമായുള്ള T20 പരമ്പരയിൽ രോഹിത്, ഹർദിക് എന്നിവരുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സൂര്യയായിരുന്നു. 5 മത്സരങ്ങൾ പരമ്പരയിൽ ഇന്ത്യയെ 4-1 ജയിപ്പിച്ച് ക്യാപ്റ്റനായുള്ള തുടക്കം സ്കൈ ഗംഭീരമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള T20 പരമ്പരയിലും ഇന്ത്യയെ നയിച്ചത് സൂര്യയായിരുന്നു. ഈ പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.